ഇന്ന് ഞാൻ ചക്ക വരട്ടാനുള്ള പുറപ്പാടിലാണ്. ചക്കയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ശർക്കരപ്പാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ചക്കയൊക്കെ അരിഞ്ഞു കൂട്ടി വേവിച്ച് എന്നിട്ട് അരച്ച് ചക്ക വരട്ടി ഉണ്ടാക്കണം. ചക്കയെല്ലാം ഇതാ നന്നായി അരിഞ്ഞിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഇളക്കി വേവിക്കണം. അടച്ചു വെച്ചും പാത്രം കുടഞ്ഞെടുത്തും എൻ്റെ കുക്കറിൽ വേവിച്ചാലൊക്കെ അരിഞ്ഞു പോകും. അപ്പം ഇങ്ങനെ പാത്രത്തിൽ തന്നെ വേവിച്ചിട്ട് ചൂടാറാൻ വെക്കണം. എന്നിട്ട് വേണം അരച്ചെടുക്കാൻ. ഇതാ നമ്മുടെ ചക്ക വേവിച്ചരച്ചത് ഒരു പാത്രമുണ്ട്. ശർക്കരപ്പാവുണ്ട്. പാത്രം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച ശേഷം അതിൽ ശർക്കരപ്പാവ് ഒഴിച്ച് ചക്ക അരച്ചത് ഒഴിച്ചിട്ടാണ് അടുത്തത് വരട്ടേണ്ടത്. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ശർക്കരപ്പാനി ഒഴിക്കണം. പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഈ അരച്ച് വെച്ച ചക്കയുടെ പൾപ്പ് അത് പൾപ്പിടണം കേട്ടോ. അരച്ച് വെച്ച ചക്കയുടെ പൾപ്പിടണം. ഇത് മുഴുവൻ അരിക്കിട്ടിട്ട് ഇളക്കാം. ഇതാ മുഴുവൻ പൾപ്പ് ഇട്ടു. ഇനിയിപ്പോൾ അതിങ്ങനെ ഞാൻ 2 കിലോ ശർക്കര ഇട്ടിട്ടുണ്ട്. അതിനേക്കാളും കുറച്ചും കൂടി ഉണ്ട് എൻ്റെ പാവ് കഴിച്ചത്. ഇനിയിപ്പോൾ ഈ ചക്ക തിളച്ച് അങ്ങനെ കുറുകണമല്ലോ, കളറ് മാറി കുറുകണം. അപ്പോൾ ഇളക്കൽ കുറച്ച് നല്ല സമയമെടുക്കും. ഒരു 2 മണിക്കൂറെങ്കിലും ഇളക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വെക്കുമ്പോൾ വേറെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് അടി പിടിക്കില്ല. നല്ല തിളച്ച് കുറച്ച് നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക വേണ്ടു. അങ്ങനെ ഇപ്പം നമ്മുടെ ചക്ക വരട്ടിയത് നെയ്യ് തെളിഞ്ഞ് വരാൻ തുടങ്ങി. ഇനി ഒന്നും കൂടെ ആയാൽ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ചക്ക വരട്ടി ഇതാ ചൂടൊക്കെ ആറിയ ശേഷം അതുണ്ടോ ഈ പാകത്തിലായിട്ടുണ്ട് കേട്ടോ.